പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പ് ആംപ് പാരാമീറ്റേഴ്സ് ആയിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? ഓപ്പ് ആംപ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ടൈപ്പ് ഓഫ് ഓപ്പ് ആംപ് പാരാമീറ്റേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ബയാസ് കറണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, CMRR, സ്ലൂ റേറ്റ്, ഇൻപുട്ട് കപ്പാസിറ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, then supply voltage rejection ratio, output voltage in unity gain bandwidth. ഇത്രയും 12 പാരാമീറ്റേഴ്സിനെ പറ്റിയായിരുന്നു ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനെ പറ്റിയാണ്. എന്താണ് ഓപ്പൺ ലൂപ്പ്? ഓപ്പൺ ലൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പേരിനകത്ത് തന്നെ നമുക്കറിയാം അല്ലെ? ഓപ്പൺ ലൂപ്പ് എന്താണ്? ഓപ്പൺ ആണ്. എങ്ങനെയാണ് ഓപ്പൺ ആവുക? അതായത് നമ്മൾക്കറിയാം ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പ് ആമ്പിലുണ്ട് എന്നറിയാം അല്ലെ? അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് ഒന്നെങ്കിൽ ഫീഡ്ബാക്ക് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നെറ്റ്വർക്ക് വഴിയോ ഒരു കണക്ഷൻ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ? ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട്. അതായത് ഔട്ട്പുട്ടിൽ നിന്നൊരു ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് കണക്ഷൻസ് ഒന്നുമില്ല. അതായത് ഓപ്പൺ കണക്ഷൻ ആണ്. ദർ ഇസ് നോ കണക്ഷൻ ഇൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഡയറക്റ്റ് ആയിട്ടോ ഏതെങ്കിലും നെറ്റ്വർക്ക് വഴിയായിട്ടോ കണക്ഷൻസ് വരുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ ഓപ്പൺ ലൂപ്പ് എന്താണ്? ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ കണക്ഷൻ. ഏതൊക്കെ തമ്മിൽ? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എങ്ങനെ? ഡയറക്റ്റ് ഓർ വയ അണ്ടർ നെറ്റ്വർക്ക്. അതായത് ഈ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെറ്റ്വർക്ക് ആയിട്ടോ നമ്മൾക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ടൊരു കണക്ഷൻസ് നമ്മൾ വെക്കുന്നില്ല. അങ്ങനത്തെ കോൺഫിഗറേഷനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് കണക്ഷൻസ് ഇല്ല. അതായത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് വഴിയായിട്ടോ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്കോ നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നില്ല. അതായത് ഫീഡ്ബാക്ക് കണക്ഷൻസ് വരുന്നില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്ക് കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഏതെങ്കിലും സർക്യൂട്ട് വഴിയോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ യൂസ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറി ആയിട്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് നമ്മൾ അറിയണം എങ്ങനെയാണ് ഈ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഇൻപുട്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഏത് ഇൻപുട്ടിലാണ് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 3ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? എത്ര നമ്പർ ഓഫ് ഇൻപുട്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏത് ഇൻപുട്ടിലാണ് നമ്മൾ സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഈ കോൺഫിഗറേഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനെ പറ്റിയാണ്. ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു ആണല്ലോ. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇതാണ് ഫസ്റ്റ് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനകത്ത് വരുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ആൻഡ് തേർഡ് എന്ന് പറയുന്നതാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇത് 3എണ്ണമാണ് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ് 3എണ്ണം? 1 ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, 2 നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, 3 ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും വരുന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടൊരു കണക്ഷൻസ് നമ്മൾ
ബൈ കണക്ഷനോ അങ്ങനത്തെ കണക്ഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ഓപ്പൺ കണക്ഷൻ. ഈ ഓപ്പൺ ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷനകത്ത് നമ്മൾ 3 ക്ലാസിഫിക്കേഷനാണ് ഉള്ളതെന്ന് പറഞ്ഞത്. ഈ 3 ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ എത്ര ഇൻപുട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ഇൻപുട്ടിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തത് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷനാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇനി നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു പോവാം. എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ആദ്യത്തേതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന്. എന്തായിരിക്കും ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ ഡിഫറൻസ് എടുക്കാമെന്ന്. ഓപ്പാമിന് എത്ര ഇൻപുട്ട് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 2 ഇൻപുട്ട് അല്ലേ? ഏതൊക്കെയാ? പ്ലസ് ഇൻപുട്ട് ഉണ്ടെന്ന് പഠിച്ചു, മൈനസ് ഇൻപുട്ട് ഉണ്ടെന്ന് പഠിച്ചു ഇല്ലേ? അതുപോലെ തന്നെ എത്ര പവർ സപ്ലൈസ് ഉണ്ട്? 2 പവർ സപ്ലൈസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെയാ പവർ സപ്ലൈസ്? പ്ലസ് VCC ആൻഡ് മൈനസ് VEE. ഇനി 2 ഇൻപുട്ട് നമുക്കറിയാം ഏതൊക്കെയാണ്. പ്ലസ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് പറയുന്ന പേരെന്താണ്? നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. അങ്ങനെയെങ്കിൽ മൈനസ് ഇൻപുട്ടിനെ നമ്മൾ എന്തായിരിക്കും പറയാ? മൈനസ് ഇൻപുട്ടിന് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. മൈനസിന് നമ്മൾ പറയുന്നത് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. ഇൻവെർട്ടിംഗ്. ദെൻ നമുക്ക് ഓപ്പാമിന് എത്ര ഔട്ട്പുട്ട് ഉണ്ട്? 1 ഔട്ട്പുട്ട് ഉണ്ട്. എന്നാലും നമ്മളിവിടെ ഓപ്പാമിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു. നമുക്കറിയാം ഓപ്പാമിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? V0 = A × VID. VID എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. VID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. ഒന്നുകൂടെ നോട്ട് ചെയ്യാം. VID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. അതാണ് VID എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? 2 ഇൻപുട്ടിലും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇൻപുട്ട് സിഗ്നൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മൾക്ക് 2 ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്ലസ് ഇൻപുട്ടും മൈനസ് ഇൻപുട്ടും. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾക്ക് ഈ പ്ലസ് ഇൻപുട്ടിലും മൈനസ് ഇൻപുട്ടിലും സിഗ്നൽ സോഴ്സസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സിഗ്നൽ സോഴ്സസ് കൊടുക്കാം. സിഗ്നൽ സോഴ്സസ് കൊടുത്തു, ഗ്രൗണ്ട് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് മൈനസ് ഇൻപുട്ടിലും എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് കൊടുത്തു, ദെൻ സിഗ്നൽ സോഴ്സസ് കൊടുത്തു, ദെൻ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഈ റെസിസ്റ്റൻസിന് നമുക്ക് R1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് 1, അതായത് ഈ റെസിസ്റ്റൻസിന് കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R2, അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് 2. ഇനി ഇതെന്ത് സോഴ്സ് ആയിരിക്കും? VE1, ഫസ്റ്റ് സിഗ്നൽ സോഴ്സ്. ഇത് സെക്കൻഡ് സിഗ്നൽ സോഴ്സ് VE2 കൊടുത്തു. ഇതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണ് പറഞ്ഞത്? നമ്മളുടെ ഓപ്പാമിന് 2 ഇൻപുട്ട് ഉണ്ടാകും. ആ 2 ഇൻപുട്ടിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ വോൾട്ടേജ് സോഴ്സസിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് AC അല്ലെങ്കിൽ DC സിഗ്നൽസിന് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് ഓർത്തിരിക്കുക. AC-നെ DC-നെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുക. പ്ലസ് ഇൻപുട്ടിലും മൈനസ് ഇൻപുട്ടിലും നമ്മൾ 2 സിഗ്നൽ സോഴ്സസ് കൊടുത്തു. VE1 ആൻഡ് VE2 കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതിനകത്ത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളുടെ ഇക്വേഷൻ വരിക? V0 = എന്താണ്? A × VID എന്നാണല്ലോ കിടക്കുന്നത് അല്ലേ? അപ്പോൾ VID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ പറഞ്ഞത്? ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് = A ×
ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സർക്യൂട്ടിൽ എത്ര ഇൻപുട്ട് വോൾട്ടേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്? രണ്ട് ഡിഫറൻഷ്യൽ വോൾട്ടേജ്, രണ്ട് വോൾട്ടേജസ് ഇൻപുട്ട് വോൾട്ടേജസ് കൊടുത്തിട്ടില്ലേ? സോ VIDയുടെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും? രണ്ട് വോൾട്ടേജസ് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ രണ്ട് വോൾട്ടേജസ് ഏതൊക്കെയാണ്? Vin1 മൈനസ് Vin2. അതുപോലെ തന്നെ ഇതിനകത്ത് എ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ്. എ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ ഇത് നമ്മൾ പറയുന്നത് ഏത് കോൺഫിഗറേഷൻ ആണ്? ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എയിനെ നമുക്ക് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് വോൾട്ടേജ് ഗെയിൻ എന്നും പറയാം. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു തുടങ്ങിയ ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ ആണ്. ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിനകത്ത് തന്നെയുണ്ട്. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കണക്ഷൻ ആയിരിക്കും. ഓപ്പൺ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് there is no connection. എങ്ങനെ? ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് വഴിയായിട്ടോ പോലും കണക്ഷൻസ് വരുന്നില്ല. ഓപ്പൺ കണക്ഷൻ ആയിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട്. അതിനകത്ത് നമ്മൾ പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനകത്ത് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനകത്തെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമുക്ക് ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനകത്ത് പറയേണ്ടിയിരുന്നത്. ഈ 3 ക്ലാസിഫിക്കേഷനും എങ്ങനെ വരുന്നു എന്നാണ് പറഞ്ഞത്? നമ്മൾ എത്ര ഇൻപുട്സ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ടെർമിനലാണ് നമ്മൾ സിഗ്നൽ സപ്ലൈ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3ആയിട്ട്. അതിനകത്ത് ആദ്യത്തേതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ പറ്റി. എന്തായിരുന്നു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ? പേരിനകത്ത് തന്നെയുണ്ട്. ഡിഫറൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കാം, എന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ എന്താണ് ചെയ്തത്? ഒരു ഓപ്പ് ആമ്പിന്റെ സിമ്പിൾ നമ്മൾ വരച്ചു. ആ ഓപ്പ് ആമ്പിന്റെ സിമ്പിളിനകത്ത് മസ്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടാവണം? നമുക്ക് 2 ഇൻപുട്ട് എപ്പോഴും കാണിച്ചിരിക്കണം. ആ 2 ഇൻപുട്ട് ഏതൊക്കെയാണ്? പ്ലസ് ഇൻപുട്ടും മൈനസ് ഇൻപുട്ടും അല്ലേ? പ്ലസ് ഇൻപുട്ട് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏതാണ്? നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടാണ്. മൈനസ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻവെർട്ടിംഗ് ഇൻപുട്ടാണ്. പവർ സപ്ലൈസ് അപ്ലൈ ചെയ്തു. ദെൻ നമ്മൾക്കറിയാം ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ എന്നറിയാം. സോ V0 = A × VID. അപ്പോൾ നമുക്കറിയാം VID എന്താണെന്ന് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയിരുന്നു. എന്താണ് VID? ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടെ ഓൾറെഡി നമ്മൾ ഡിഫറൻസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്ര മാത്രം ഓർക്കാം. VID എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ V0 = A × VID. ദെൻ ഇനി സർക്യൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിനും ഇൻവെർട്ടിംഗ് ഇൻപുട്ടിനും നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു സിഗ്നൽ സോഴ്സസ് ആണ് നമുക്ക് പറയാൻ പറ്റും. സിഗ്നൽ സോഴ്സ്, ഇതിനെ ഒരു സിഗ്നൽ സോഴ്സ് ആണ് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്ലസ് ഇൻപുട്ടിനും മൈനസ് ഇൻപുട്ടിനും നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന്റെ ഡിഫറൻസ് എടുത്ത് ആംപ്ലിഫൈ ചെയ്യാം. ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന്റെ ഡിഫറൻസ് എടുത്ത് ആംപ്ലിഫൈ ചെയ്യുക. വോൾട്ടേജിന്റെ ഡിഫറൻസ് എടുത്ത് ആംപ്ലിഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ AC-നെയും DC-നെയും നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിന്റെ ഇക്വേഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഓപ്പ് ആമ്പിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് V0 = A × VID ആണെന്ന് പറഞ്ഞു അല്ലേ? VID എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണെന്നാണ് പറഞ്ഞത്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ്. ഈ സർക്യൂട്ടിൽ നോക്കിയാൽ അറിയാം നമ്മൾ എത്ര ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്? 2 ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? Vin1 എന്ന് പറയുന്ന ഇൻപുട്ടും Vin2 എന്ന് പറയുന്ന ഇൻപുട്ടും. 2 ഇൻപുട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ VIDയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? Vin1 മൈനസ് Vin2. എന്തുകൊണ്ടാണ് അത് കൊടുത്തത്? VID എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ VID എന്ന് പറഞ്ഞാൽ